ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനസർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്ക് ഷൂ കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ബ്രേക്ക് ഷൂ ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയറടിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഈ ഭാഗത്ത് ഈ ഒരു ഓയിൽസിൽ ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ട്. ക്രാം ഷാഫ്റ്റിൻ്റെ ഓയിൽസിലാണ്. അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ പ്ലഗ് ആയാലും നമുക്ക് മാറ്റാനായിട്ട് പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം. നമുക്ക് അതിൻ്റെ ക്യാമൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ ഫ്രണ്ടിലെ ടയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. ഫ്രണ്ടിലെ ടയറും ബാക്കിലെ ടയറും മോശമാണ്. മാറ്റുമ്പോൾ 2 ടയറും കൂടി മാറ്റി കഴിഞ്ഞാലാണ് റെഡി ആവുള്ളൂ കേട്ടോ. ഫ്രണ്ട് ടയറൊക്കെ ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടി മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡലിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റിക്കിന് തീരെ ലെവൽ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഓരോന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചു വെച്ച് നോക്കി കേട്ടോ. ആകെ എഞ്ചിനുള്ള ആകെ ഓയിൽ ഒരു 50 മില്ലി ഓയിൽ തികച്ചില്ല. വണ്ടി ഇപ്പോൾ 2 ദിവസം കൂടി ഇന്നലെ സർവീസിൽ കയറ്റി കഴിഞ്ഞാൽ ആ ദിവസം ഓടിയിട്ട് വണ്ടി പിസ്റ്റം പിടിച്ച് നിന്നാണ്. ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ പുതിയൊരു ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും പുക വരാൻ ഒരു 90% പുക വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സിലിണ്ടർ മിസ്റ്റർ അതിൽ പിസ്റ്റൽ കയറി പിടിച്ചിട്ടുണ്ടാകും. തൽക്കാലം നമുക്ക് ഓയിൽ മാറ്റാം. വീണ്ടും പുകയുടെ കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ ആ ഹെഡിൻ്റെ ഒരു പോർഷൻ അയച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. തൽക്കാലം നമുക്കതിൻ്റെ ഓയിൽ മാറ്റിയിടാം. ഓക്കെ. ഇതിനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ ടയർ മാറ്റണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. അതിൻ്റെ ടയറും മോശമാണ്. ബാക്കിൽ ടയറും ഉണ്ട് അത്യാവശ്യം മോശമായിട്ടുണ്ട്. അപ്പോൾ 2 കൂടി മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. ബാക്ക് മാറ്റിയില്ലെങ്കിലും ഫ്രണ്ട് എന്തായാലും മാറ്റാനായിട്ടുണ്ട്. ഓക്കെ. ഇതിനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.